പട്ടാണ് പട്ടപ്പാണ്. വത്സ്യ, എന്റെ പേര് വത്സ്യാണെന്ന് നിങ്ങളോടാരാ പറഞ്ഞു? പുത്രി, ഞാൻ വളരെ സ്നേഹത്തോടെ സംബോധന ചെയ്യുന്ന പദമാണത്. ആരും വത്സ്യായി, ഇപ്പൊ പുത്രിയായി. കുറെ കുറി കഴിയുമ്പോ എണ്ണ തേപ്പിക്കാൻ പറയും. ആ വ്യക്തിയുടെ മുളക്കുന്ന സ്വാമി. എന്ത് വിത്ത്? തരികിരിയൊന്നും എന്റെ അടുത്ത് വേണ്ട. നിങ്ങളെന്താ ഈ ലോകത്തൊന്നുമല്ല താമസിക്കുന്നത്? ഈടെ നിങ്ങളെ പോലുള്ള സ്വാമിയാരെ പോലീസ് പിടിച്ചടത്തിട്ടൊന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ? എന്തിനാ പുത്രി അവരെങ്ങനെ ചെയ്തത്? ഇങ്ങനെ പുത്രി പുത്രിയെ വിളിച്ച് സിനിമാ നടിയെ കൊണ്ട് എണ്ണ തേപ്പിച്ചത് അതിവിടെ നടക്കില്ല സ്വാമി. ഇത് നാട് വേറെയാ. ഒരുമാതിരി പെണ്ണുങ്ങൾ സാരി പൊക്കി പിടിച്ചിരിക്കുന്ന പോലെ. അത് നമ്മുടെ കേരളത്തിന്റെ റോഡിന്റെ അവസ്ഥ ഏതാണ്ട് ഇതുപോലൊക്കെ ആവുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ പഴം നമ്മുടെ പൂർവികര് ഈ മെഴുത്തിക്കുത്തെന്നുള്ള പരിപാടി ഒപ്പിച്ചില്ല. അതോ കാറ്റോളം നല്ല സ്വഭാവങ്ങളിൽ ഇതിനു മുമ്പ് ഇവിടെ നിന്ന് കണ്ടിട്ടില്ലല്ലോ. അതിലോട്ടൊന്നും വരാറില്ല. നിങ്ങളാരാ? മഹാബലി. രാഷ്ട്രഭാഷ ഇന്ത്യ അല്ലേ? അപ്പൊ നാം ക്യാ ഹൈ എന്നാ പറഞ്ഞ? तुम्हारा नाम क्या है? ഈ മലയാള നാട് വാഴ്ത്തുന്ന മഹാബലി ചക്രവർത്തിയാണ്. മഹാബലി ചക്രവർത്തി ഇപ്പൊ ശരി. ഒന്ന് രണ്ട് മൂന്ന് മിസ്റ്റർ ചക്രവർത്തി മോളിങ്ങോട്ട് കൊണ്ടുപോകും. എന്ത്? അങ്ങ് പാതാളത്തിലേക്ക് ചവിട്ടി താക്കാൻ. ഇയാൾ മാവലിയാണെങ്കിൽ ഞാൻ ഈ നാടും പ്രജകളും നന്നായി മാറിയിരിക്കുന്നുണ്ട്. നാം മാറിയിരുന്ന സമ്പൽ സമൃദ്ധമായ ആ നാട്, പ്രജകൾ ആമോദത്തോടെ വസിച്ചിരുന്ന കള്ളവും ചതിയുമില്ലാത്ത ആ നാട്, ആ ഐശ്വര്യവും ക്ഷേമവും എല്ലാം അസ്തമിച്ചു. ഈ കാഴ്ച നമ്മെ വല്ലാതെ തളർത്തുന്നു. നമുക്ക് മടങ്ങാൻ പോകും. മൈ ഗോഡ്, എന്റെ അലച്ചിലിന്റെ അവസാനം ഒരു ഫലമുണ്ട്. താങ്ക് യു. ഞാൻ നിങ്ങളെ പോലുള്ള കലാകാരന്മാരെ നോക്കി നടക്കാൻ വേണ്ടി കുറെ നാളായി. എന്ത്? ഐ എം സോറി, പരിചയപ്പെടുത്താം. ഞാൻ MA അരിപ്പുഴി, നാടകത്തും സംവിധാനമൊക്കെയാണ്.
എന്റെ പുതിയ സൃഷ്ടിയായ വിക്രമാദിത്യന് വേദാളം എന്ന നാടകത്തെ കലാകാരത്തിൽ എറിയാവും. വേദാളമാകാൻ നിങ്ങൾ പെർഫെക്റ്റ്. ശരിക്കും ഒരു വേദാളത്തിന്റെ അഭ്യാസം വിക്രമാദിത്യനായിട്ട് നിങ്ങൾ കലക്കണം. ഈ കലാകാര നാം കലാകാരനല്ല, കലയുടെ ആസ്വാദകനാണ്. നമ്മുടെ സദസ്സിൽ കലാകാരന്മാരും പണ്ഡിതന്മാരും നിറഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു. നമുക്ക് വേണ്ടി പ്രജകൾ വിജയാഘോഷങ്ങൾ മുഴക്കിയ സുദിനങ്ങളുണ്ടായിരുന്നു. ഡയലോഗിലൂടെ കലക്ക മൂത്ത ബാബു തനി രാജാവിന്റെ തന്നെ ഒരു സംസ്ഥാന അവാർഡ് ഉൾപ്പെടിയ ഭാഷകളാകും. നിങ്ങൾക്ക് ഞങ്ങളെ ഇനി മനസ്സിലാക്കില്ല അല്ലേ? കവികളും വിദൂഷകന്മാരും നമ്മുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു. ഇന്ന് നമ്മുടെ പ്രജകൾ നമ്മെ തന്നെ വിദൂഷകരായി അവതരിപ്പിക്കുന്നു. ഇതുപോലെ രാജഭക്തി എല്ലാം അസ്തമിച്ചിരിക്കുന്നു അല്ലേ? അങ്ങ് ആരാണ്? ആണ്ടിലൊരിക്കൽ വന്ന് നാട് കാണാൻ, പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാൻ വരം ലഭിച്ച മഹാബലി ചക്രവർത്തി. ഇത് നമ്മുടെ രാജഗുരു ശുക്രാചാര്യ. മഹാബലി എന്നാലും പ്രഭു ഈ വേഷത്തിൽ ഇവിടെ ഇപ്പൊ എല്ലാ വേഷങ്ങൾ മാത്രമാണ് പ്രഭു. വേഷങ്ങളുടെ മഹിമുകൊണ്ട് മാന്യന്മാർ നിശ്ചയിക്കുന്ന ഈ കാലത്ത് അങ്ങ് പഴയ രാജപ്രൗഢിയോടുകൂടി വന്ന് ജനഹിതമനുസരിച്ച് നാട് വാഴേണ്ടത് എങ്ങനെയെന്ന് ഇന്നത്തെ നാടുവാഴ കാട്ടിക്കൊടുത്താലും പ്രഭു. ഈ കലാകാരൻ ഇപ്പോൾ അതും സാധ്യമല്ലല്ലോ. നാം ഒന്ന് സ്വന്തം വേഷത്തിൽ എഴുന്നള്ളിയാലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരന്മാരെ സൃഷ്ടിച്ചില്ലേ നിങ്ങൾ? ഗുരു നമുക്ക് മടങ്ങാം. പ്രഭു പ്ലീസ് മടങ്ങി വരൂ പ്രഭു.